കോട്ടയം മാങ്ങാനത്ത് വീട് കുത്തിത്തുറന്ന് 50 പവൻ കവർന്നത് ഉത്തരേന്ത്യൻ സംഘമാണെന്ന് പോലീസ്. ട്രെയിനിലെത്തി മോഷണം നടത്തി മടങ്ങുന്ന സംഘമാണെന്ന നിഗമനത്തിലാണ് കോട്ടയം ഈസ്റ്റ് പോലീസ്. ശനിയാഴ്ച പുലർച്ചെയാണ് അമ്പുംകുയത്ത് അന്നമ്മ തോമസിന്റെ വീട്ടിൽ നിന്ന് 50 പവൻ കവർന്നത്. നിതിൻ തോമസ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. നിതിൻ, CCTV ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ പോലീസിന്റെ ഒരു പ്രാഥമികമായ നിഗമനം എന്താണ് ഈ പ്രതികളെ കുറിച്ച്? പ്രാഥമിക നിഗമനം വരുന്നത് ഉത്തരേന്ത്യൻ സംഘമാണെന്നാണ് ഇപ്പോൾ പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ട്രെയിനിലെത്തി കവർച്ച നടത്തിയതിനു ശേഷം തിരികെ ട്രെയിനിൽ തന്നെ മടങ്ങുന്ന സംഘമാണ് എന്നാണ് ഇപ്പോൾ ഒരു പ്രാഥമിക നിഗമനത്തിലെത്തിയിരിക്കുന്നത്. പ്രതികളുടെ CCTV ദൃശ്യങ്ങൾ റെയിൽവേ പോലീസിനെ കൈമാറിയിട്ടുണ്ട്. ശനിയാഴ്ച പുലർച്ചെയായിരുന്നു അമ്പുകയത്ത് അന്നമ്മ തോമസിന്റെ വീട്ടിൽ കവർച്ച നടന്നത്. രാത്രി 2 മണിയോടുകൂടി ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് അന്നമ്മ തോമസിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതായിരുന്നു. ഒപ്പം താമസമുണ്ടായിരുന്ന മകൾ. ഈ മകളും അന്നമ്മ തോമസും മാത്രമാണ് ഈ വീട്ടിൽ താമസമുണ്ടായിരുന്നത്. ഇരുവരും ആശുപത്രിയിലേക്ക് പോയ സമയത്താണ് മോഷണം നടന്നത്. രാവിലെ 6 മണിയോടുകൂടി ആശുപത്രിയിൽ നിന്ന് തിരികെ എത്തിയപ്പോഴാണ് വീട്ടിൽ കവർച്ച നടന്ന കാര്യം ഇവർ അറിയുന്നത്. തുടർന്ന് പോലീസിനെ അറിയിക്കുകയായിരുന്നു. ഈ കോട്ടയം ഈസ്റ്റ് പോലീസ് എത്തി മേൽ നടപടികൾ സ്വീകരിച്ച് അന്വേഷണം ആരംഭിച്ചിരുന്നു. ഈ അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ ഉത്തരേന്ത്യൻ സംഘമാണ് എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇനി റെയിൽവേ പോലീസുമായി ചേർന്ന് കൂടുതൽ CCTV ദൃശ്യങ്ങളും അതുപോലെ തന്നെ ഇവർ തിരികെ ട്രെയിനിൽ മടങ്ങിയിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമാണ് എടുക്കേണ്ടത്. ആര്യ. ശരി നിധിൻ.